എന്നെ ഡി അഡിക്ഷൻ സെന്ററിലല്ല ഉണ്ടാക്കിയത്. ആക്ച്വലി മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് ഉണ്ടാക്കിയത് എന്നെ. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. ഇനി മുതൽ സുഖു നാട്ടുകാരുമ്പിൽ ഭ്രാന്തനാണ്. 10 കൊല്ലം കേസ് നടത്തിയിട്ട് പരിചയമുണ്ട്. അപ്പൊ കേസ് എപ്പോഴാവണേന്ന് നമുക്കറിയാം. കേസ് ആവുമ്പോ നമുക്ക് വക്കീലിനായിട്ട് ബന്ധപ്പെടാം. നല്ല ഇണക്കവും ചേർച്ചയും ഉള്ള കുടുംബം. കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. ദേ കണ്ടില്ലയോ? ഇവൻ മാത്രമല്ല, എനിക്കിനി ഒരു മകൻ കൂടിയുണ്ട്. ഞാൻ വിളിച്ചാൽ അവൻ വരും. ഈ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും. നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ചേട്ടനെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വരാൻ വന്നതാണ്. ജാമ്യം കിട്ടി കഴിഞ്ഞാൽ കൊണ്ടുപോകും. ജാമ്യം കിട്ടുന്നത് നിങ്ങൾ പറഞ്ഞില്ലേ? ഇതൊന്നും ഒരു പുത്തരിയല്ല. പിന്നെ എന്റെ ഒരു ഫുൾ സപ്പോർട്ടും ഉണ്ടായിരുന്നല്ലോ. ചേട്ടനെ കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല. ഞാൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയോ? ഇത് നിങ്ങൾ അവന്റെ കഥകൾ കേൾക്കണം. കഥകൾ കേട്ടാൽ നിങ്ങൾ ഇതൊന്നും അല്ല അഴുക്കച്ചെറുക്കൻ. അണ്ണനും കൊള്ള തമ്പിയും കൊള്ള രണ്ടും വിഷസർപ്പങ്ങളാ. ആ കൊണ്ടുപോയിട്ടുണ്ടാവായിരിക്കാം. എന്ത് എനിക്കറിയില്ല. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാമല്ലോ. ഇവനെന്താ ഇങ്ങനെ? എങ്ങനെ ഇതിപ്പോ രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല്. എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അതാണ് എനിക്കൊരു ഭയം. ഞാൻ നിന്നിട്ടുണ്ട് 2 ആഴ്ച. അത് ഇവിടെയല്ല, പാലക്കാടാ, മനോമിത്ര. അവിടെ അന്വേഷിച്ച് അറിയാൻ പറ്റും. ഇവന്റെ തലയ്ക്കല്ല വെളിവില്ലെന്നാ തോന്നുന്നത്. എനിക്ക് വട്ടാണെങ്കിലേ അത് പാരമ്പര്യമായിട്ട് കിട്ടിയതാ. പാരമ്പര്യമായിട്ട് കിട്ടിയതാ. എന്തൊക്കെ ടൈപ്പ് ആൾക്കാരല്ലേ ചേട്ടാ? നിങ്ങളാരും പോയിട്ടില്ലേ ഡി അഡിക്ഷൻ സെന്ററിൽ? എന്നെ ഡി അഡിക്ഷൻ സെന്ററിലല്ല ഉണ്ടാക്കിയത്. ആക്ച്വലി മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് ഉണ്ടാക്കിയത് എന്നെ. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന. ഇത് സജീവറാണെന്ന് അറിയാതെ പറയാൻ പറ്റില്ല. ഫോട്ടോ ഉണ്ടോ? ഈ സജീർ എന്ന് പറയുന്ന ഒരാൾക്ക് 20,000 രൂപ ഷൈന്റെ ഫോണിൽ നിന്ന് കൊടുത്തായിട്ടൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 5,000 രൂപ ചോദിച്ചിട്ട് തരാറില്ല. ഒന്നുമില്ല. ഇവനെന്റെ പിൻഗാമിയാവണ്ടോനാ. കറക്റ്റ് സമയത്ത് അച്ഛനവനെ മാറ്റിക്കളഞ്ഞു. കുഴപ്പമില്ല, നല്ല സ്ഥലത്താ എത്തിക്കുന്നത്. ഏത് ലഹരിയാണ് പ്രശ്നം? ഏത് നിങ്ങൾ ലഹരി കഴിക്കാറുണ്ടോ? ഒറ്റ ലഹരി? കള്ളടിക്കാറില്ല? എന്റെ കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത്. അല്ല, ഒരു നിയമം ഉണ്ടാക്കുമ്പോ എല്ലാവർക്കും അത് ഒരുപോലെ ബാധകമാകണമല്ലോ. ഇവിടെ ആരും ഒന്നും ചെയ്യാറില്ല. ചേട്ടൻ കള്ളടിക്കാറുണ്ടോ? വിശദമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നിങ്ങൾ ചോദിച്ചത് ഇറങ്ങി ഓടിയതിൽ എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചത്. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓടണത് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. പരം കിട്ടിയല്ലേ? ഞാൻ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ന്യൂസ് കാണുന്ന ആളല്ല ഇപ്പോൾ. ഇറങ്ങി ഓടിയതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. അതിൽ ഞാൻ എന്താ അഭിപ്രായം പറയേണ്ടത്? ഓടണം നല്ലതല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അല്ലേ? അയ്യോ, വീണ്ടും പോയിന്റ്. നമ്മുടെ നാട്ടിലെ യുവത്വത്തെ ലഹരിയിൽ മുക്കിയ ഈ മൃഗങ്ങളെ കാരാഗ്രഹത്തിൽ അടക്കണം സാർ.